അച്ചാറ് ബീഫ് അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ലെമൺ വൈൻ അതുണ്ട്, മാങ്ങയുണ്ട്, 5 തരം അച്ചാറുകളുണ്ട്. അത് മതിയല്ലേ? വിഷുവിന് എല്ലാരും വരുമോ? മക്കൾ രണ്ടുപേരും വരുമോ അവിടേക്ക്? ഞാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോമഡികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളായിട്ട് ഞാനൊക്കെ എന്നെ പോലെയുള്ളവരൊക്കെ വന്നിട്ട് അതിഗംഭീരമായ കോമഡികളൊക്കെ പറഞ്ഞിട്ടും ചിരിക്കാതെ നിന്ന അവസരങ്ങൾ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതേ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടോ? പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. എനിക്ക് കോമഡിയാണെന്ന് തോന്നണ്ടേ? അത് വേണം. ആണ്. പക്ഷെ അങ്ങനെ ചിരിക്കാതെ നിന്ന ആൾക്കാരെ എളിബരാക്കിയിട്ടുണ്ടോ? ഒരുപാട്. ഓ, പാവങ്ങളുടെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും. ചിരി വരാഞ്ഞിട്ടാണ്. ഞാൻ കൊച്ചു കാര്യങ്ങളാണ് ചിരിക്കുന്ന ആളാണ്, പക്ഷേ ചിരി വന്നില്ലെങ്കിൽ ചിരിക്കാൻ പറ്റില്ല. സെലിബ്രേറ്റർ എപ്പോഴെങ്കിലും ഒരു ആത്മകഥ എഴുതാൻ ഒരു പ്ലാൻ ഉണ്ടോ? അടുത്ത മാസം ഇറങ്ങും. അടുത്ത മാസം ഇറങ്ങോ? ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആത്മകഥ എന്ന് പറയാൻ പറ്റില്ല, ജീവിതാനുഭവം. ജീവിതാനുഭവം എന്ന് പറഞ്ഞോണ്ടാ. അത് കറക്റ്റാ. ബുക്കിന്റെ പേരെന്താ? ഈശ്വര വഴക്കില്ലല്ലോ. ഈശ്വര വഴക്കില്ലല്ലോ. അതെ. അതെന്താ അങ്ങനെ ഒരു പേരിടാൻ കാര്യം? അങ്ങനെ ഒരു വ്യത്യസ്ത ഇരിക്കട്ടെന്ന് വെച്ചിട്ട്. ഈശ്വരനോട് യാതൊരു വഴക്കുമില്ല, അത്രേ ഉള്ളൂ. അത് ഏതായാലും ചേട്ടാ, ഇനി ഞങ്ങള് ബാക്കി ഭാഗം വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ തീർത്തു. ഞങ്ങളെങ്കിൽ മുകളിലത്തെ ഫ്ലോറിലേക്ക് ചെല്ലട്ടെ. ഞാൻ വന്നില്ല, എന്റെ കൂട്ടുകാരിന്റെ ആർപ്പിന്റെ അന്ന് കേറിയാണ് ആൾക്കാരെ കൊണ്ട്. പിന്നെ ഇതുവരെ കേറിയിട്ടില്ലല്ലോ. എനിക്ക് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് പറഞ്ഞു തന്നെ. ഇതൊക്കെ തന്നെ, അല്ലാണ്ട് വേറൊന്നുമില്ലല്ലേ? കേറി ചെല്ലുമ്പോൾ ഒരു മുറി കാണും, അതാണ് മൂത്ത മകന്റെ മുറി. അല്ല, കേറി ചെല്ലുമ്പോ അവന്റെ മുറി അവിടെ പോയിട്ട് അങ്ങോട്ട് പോണം. ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. ഓക്കെ, ആ മുറി കാണാൻ അവിടെ വേറെ മുറിയൊന്നുമില്ല. പിന്നെ ഒരു തിയേറ്ററാണ്, ഹോം തിയേറ്റർ. അതിപ്പോ വർക്ക് ചെയ്യണില്ല, ഹോം തിയേറ്റർ ആണ്. അത്ര ഉണ്ടോ അവിടെ? ഞാനൊന്ന് പോയി കേറിട്ട് വരട്ടെ. അതൊക്കെ മയിലാണ്ടത്. ഇരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ മയിലും കുയിലും ഒക്കെ കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒന്നും ആലോചിക്കാനേ പറ്റില്ല ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. ബാ, നമുക്ക് മോളിൽ പോയി നോക്കാം. ഇവിടെയൊക്കെ നിറച്ച് പടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ വീട് തന്നെയാണോ? ഈ വീട് തന്നെ ആണോ? ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ കാണാൻ വേണ്ടി. ആരാ അത്? ഷേണായി എന്ന് പറഞ്ഞ ആള്. ആണോ? ഷേണായി കൊച്ചിയിലുള്ള ആർട്ടിസ്റ്റ് ആണ്. ആണ്. ഇതോ? അത് ഞാൻ കാശ്മീർ വെച്ചാണ്. ഓക്കെ ഓക്കെ, വരൂ ഗൈസ്. ഇതാണ് ചേട്ടൻ നമ്മളോട് ആദ്യം പറഞ്ഞ ലൈബ്രറി. അതാണ് ആദ്യം നമുക്ക് നോക്കാം. ചേട്ടൻ വായിക്കുന്ന പുസ്തകങ്ങൾ, ഒരാൾ വായിക്കുന്ന പുസ്തകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം മനസ്സിലാവുന്ന നമുക്ക് നോക്കാം. ത്രിഭാഷാ വ്യാകരണ മഞ്ജരി, യോഗ ഉണ്ടായിരുന്നു, കോവൂരിന്റെ സമ്പൂർണ്ണ കൃതികൾ, അഥർവേദം, യജുർവേദം വേണ്ട, ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് പോവാം. ഇതാണ് സലിമേട്ടൻ പറഞ്ഞ പൂജാമുറി. വരൂ വരൂ, പൂജാമുറി കാണൂ.